എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും എ പ്ലസ് വിന്നേഴ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് +2 ബിസിനസ് സ്റ്റഡീസിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമായ പ്രൈസിംഗ് എന്ന് പറയുന്നതാണ്. മിക്കവാറും എല്ലാ പരീക്ഷയ്ക്കും ഇത് ചോദിച്ച് കാണാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക്. പ്രൈസ് മേ ബി ഡിഫൈൻഡ് ആസ് ദ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഇൻ ടേംസ് ഓഫ് മണി. ഏതെങ്കിലും രീതിയിലുള്ള സാധനങ്ങളോ സേവനങ്ങളോ കൈമാറ്റം ചെയ്യുമ്പോൾ അതിന് കൊടുക്കുന്ന മൂല്യത്തെയാണ് പണമെന്ന് പറയുന്നത്. പ്രൈസിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ഫിക്സിംഗ് പ്രൈസ് ഫോർ ദ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഒരു സാധനത്തിന് കൊടുക്കാവുന്ന ഏറ്റവും കൃത്യമായ, ഒരു സേവനത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും കൃത്യമായ വിലയാണ് പ്രൈസിംഗ് എന്ന് പറയുന്നത്. ആ പ്രോസസ്സിന് പറയുന്നത് പേരാണ് പ്രൈസിംഗ് എന്ന് പറയുന്നത്. പ്രൈസ് ഈസ് കൺസിഡർഡ് ആസ് എ റെഗുലേറ്റർ ഓഫ് ദ ഡിമാൻഡ് ഓഫ് എ പ്രോഡക്റ്റ് ആൻഡ് എഫക്റ്റീവ് കോമ്പറ്റീറ്റീവ് വെപ്പൺ. കൃത്യമായി ഒരു ആയുധമാണ്. എന്തിനു വേണ്ടി? കോമ്പറ്റീഷൻ നടക്കുന്ന സമയത്ത് ഇതൊരു ആയുധമായിട്ട് ഉപയോഗിക്കും, പ്രൈസ്. അതുപോലെ തന്നെ ഇതിന് ഡിമാൻഡ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ആയുധമാണ്. ശരി. ഫങ്ഷൻസ് ഓഫ് പ്രൈസിങ്. പ്രൈസ് ഷുഡ് എൻഷുർ മിനിമം പ്രോഫിറ്റ് ടു ദ ഓണേഴ്സ്. ഏറ്റവും കുറഞ്ഞത് പ്രൈസിൽ കുറച്ച് ലാഭം ഓണേഴ്സിന് നൽകണം. Price should return the cost of product to the manufacturer. ഇതുണ്ടാക്കിയ ആൾക്ക് അയാളുടെ ഉൽപാദന ചെലവ് തിരികെ നൽകണം. Price should increase competitive strength of the marketer. കോമ്പറ്റീറ്റീവ് കപ്പാസിറ്റി കൂട്ടണം. യഥാർത്ഥമായ വില കൊടുക്കുമ്പോൾ അവിടെ കോമ്പറ്റീറ്റീവ് ഉണ്ടാവും. ആ കോമ്പറ്റീറ്റീവിനകത്ത് വെക്കുന്ന പ്രൈസ് മുഖാന്തരം സ്ട്രെങ്തൻ ചെയ്യണം. Price should be attractive and capable of increasing demand. ഡിമാൻഡ് കൂടാനും ഈ പ്രൈസ് സഹായിക്കും. ഇതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഒരു പ്രൈസിങ് ഫിക്സ് ചെയ്യുന്നത്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രൈസ് ഡിറ്റർമിനേഷൻ. ഇത് മൊത്തം വായിച്ച് വിവരിക്കാനായിട്ട് സാധ്യമാകുന്നില്ല. എന്നാൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പോയിന്റ് വൈസ് ആയിട്ട് നിങ്ങളുടെ അടുക്കൽ പറഞ്ഞു തരാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രൈസ് ഡിമാൻഡ്. ഇത് പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഒന്ന്, പ്രൈസിങ് ഒബ്ജക്റ്റീവ്. Price of a product depends upon the firm's objective. A firm may decide out of several objectives. Example, profit maximization, a specific level of profit, target level of sales, particular share of the market, prevailing market price, etc. The price of a product must be in line with firm's pricing objective. ഒരു സ്ഥാപനത്തിനൊരു ഉദ്ദേശമുണ്ട്. ആ സ്ഥാപനത്തിൻ്റെ ഉദ്ദേശം എന്താണോ അതിനെ ആശ്രയിച്ച് പ്രൈസ് ഫിക്സ് ചെയ്യണം. ചിലപ്പോൾ സ്ഥാപനത്തിന് ഒരുപാട് സെയിൽസ് ടാർഗറ്റ് ഉണ്ടാക്കിയെടുക്കാനായിരിക്കും, ചിലപ്പോൾ ഒരുപാട് ലാഭം ഉണ്ടാക്കിയെടുക്കാനായിരിക്കും, ചിലപ്പം ഒരു ലെവൽ ഓഫ് പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാനായിരിക്കും. ഇതിലേതാണോ അതിൻ്റെ ടാർഗറ്റ് അതിനനുസരിച്ചായിരിക്കണം പ്രൈസ് ഒബ്ജക്റ്റീവ് ഫിക്സ് ചെയ്യാനായിട്ട് ഉള്ളത്. കൂടുതൽ സെയിൽസ് ടാർഗറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പ്രൈസ് കുറച്ച് വെക്കണം. കൂടുതൽ പ്രോഫിറ്റാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, നല്ല ഡിമാൻഡുള്ള സമയമാണെങ്കിൽ കൂടുതൽ വില കൂട്ടി വയ്ക്കണം. അപ്പം അങ്ങനെ ആ പ്രൈസിങ് ഒബ്ജക്റ്റീവ് എന്താണോ അതിനെ ആശ്രയിച്ചാണ്. അടുത്ത, പ്രോഡക്റ്റ് കോസ്റ്റ്. കോസ്റ്റ് ആൻഡ് പ്രൈസ് ഓഫ് എ പ്രോഡക്റ്റ് ആർ ക്ലോസ്ലി റിലേറ്റഡ്. ദ പ്രൈസ് മസ്റ്റ് കവർ ഓൾ പ്രൊഡക്ഷൻ കോസ്റ്റ് ആൻഡ് ഫെയർ റിട്ടേൺ ഓഫ് ദ പ്രോഡക്റ്റ്. നോ ബിസിനസ് ക്യാൻ സർവൈവ് ഫോർ ലോങ് വിത്തൗട്ട് കവറിംഗ് ഇറ്റ്സ് കോസ്റ്റ്. കോസ്റ്റ് ഈസ് ഓഫ് ടു ടൈപ്സ്, ഫിക്സഡ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. ദ ഇമ്പാക്ട് ഓഫ് ദീസ് കോസ്റ്റ് ഷുഡ് ബി കൺസിഡേർഡ് വൈൽ ടേക്കിംഗ് പ്രൈസിംഗ് ഡിസിഷൻ. എന്ത് പ്രൈസ് ഫിക്സ് ചെയ്താലും ആ പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് തിരികെ നൽകുന്നതായിരിക്കണം ആ പ്രൈസ് എന്ന് പറയുന്നത്. അതായത് ലാഭം വേണമെന്ന് നിർബന്ധമില്ല. ലാഭം ഉണ്ടായ ബിസിനസ് നിലനിൽക്കുള്ളൂ, എങ്കിലും ലാഭം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. പകരം ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും ഉറപ്പായിട്ടും ശ്രദ്ധിച്ചേ മതിയാകുകയുള്ളൂ. അത് തിരികെ പിടിച്ചേ പറ്റത്തുള്ളൂ. അതില്ലാതെ നിലനിൽക്കാനായിട്ടേ പറ്റത്തില്ല. ആൻഡ് തേർഡ് വൺ, യൂട്ടിലിറ്റി ആൻഡ് ഡിമാൻഡ്. ദ യൂട്ടിലിറ്റി provided by the producer and consumer demand set the upper limit of the price which a buyer is willing to pay. The price of the product is affected by the elasticity of demand of the product. If the demand of the product is elastic, high price may be fixed. On the other hand, if the demand is inelastic, the firm should not fix high price. Rather, it should fix lower price than that of the competitors. യൂട്ടിലിറ്റിയെയും ഡിമാൻഡിനെ ആശ്രയിച്ചാണ് പ്രൈസ് ഫിക്സ് ചെയ്യേണ്ടത്. എങ്ങനെ? നല്ല ഉപയോഗമുള്ളൊരു വസ്തുവാണെന്ന് തോന്നിയാൽ അതിന് കൂടുതൽ പ്രൈസ് ഫിക്സ് ചെയ്യാം, കമ്പാരിറ്റീവ്ലി കൂടുതൽ പ്രൈസ് ഫിക്സ് ചെയ്യാം. എന്നാൽ വലിയ ഉപയോഗമൊന്നുമില്ല,
എന്ന് തോന്നുകയാണെങ്കിൽ ആ സമയത്ത് അതിൻ്റെ പ്രൈസ് കുറച്ച് കൊടുത്തേ പറ്റുള്ളൂ. ഡിമാൻഡ് കൂടി നിൽക്കുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പ്രൈസ് കൂട്ടി വയ്ക്കാം. ഡിമാൻഡ് കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് പ്രൈസ് ലോവർ ആയിക്കൊണ്ട് ആളുകളെ അട്രാക്ട് ചെയ്യാനേ പറ്റത്തുള്ളൂ. അടുത്തത് കോമ്പറ്റീഷൻ. പ്രൈസ് ചാർജ് ബൈ കോമ്പറ്റീഷൻ ഓഫൺ ആക്ട് ആസ് ദ ഗൈഡ് ഇൻ എ പ്രൈസിങ്. ഇതേപോലെയുള്ള സിമിലർ പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സ് എന്ത് വിലയാണോ ഇതിനിടുന്നത് ആ വിലയിൽ കൂടുതലൊരു വിലയൊന്നും ഇടാനായിട്ട് നമുക്ക് പറ്റത്തില്ല. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കസ്റ്റമേഴ്സ് മറ്റ് പ്രോഡക്റ്റിനെ അന്വേഷിച്ചു പോകും. ആൻഡ് ഫിഫ്ത്ത് വൺ, ഗവൺമെൻറ് ആൻഡ് ലീഗൽ റെഗുലേഷൻ. പ്രൈസ് ഓഫ് സർട്ടൻ പ്രോഡക്ട്സ് ആർ റെഗുലേറ്റഡ് ബൈ ദ ഗവൺമെൻറ്. നിത്യോപയോഗ സാധനങ്ങൾ പോലുള്ള വസ്തുക്കളുടെ വില നിശ്ചയിക്കുന്ന ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് അതിൻ്റെ വില നിശ്ചയിക്കുമ്പോൾ ആ വിലയിൽ കൂടുതൽ വിൽക്കാനും കുറച്ച് വിൽക്കാനും സാധ്യമാകില്ല. കൃത്യമായ ഒരു വില അവർ ഗവൺമെൻറ് നിശ്ചയിക്കും. അപ്പോൾ അത് പ്രൈസിങ് ഗവൺമെൻറ് നിശ്ചയിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കും. ആൻഡ് സിക്സ് വൺ, മാർക്കറ്റിംഗ് മെത്തേഡ് യൂസ്ഡ്. Pricing also affected by other elements of marketing such as distribution system, sales promotion technique, quality and amount of advertising, quality of salesman, distribution attitude towards the price, customer service providers. ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ. ഏത് രീതിയിലുള്ള സെയിൽസ് പ്രൊമോഷനാണ് നടത്തുന്നത്, അഡ്വർടൈസ്മെൻറ്റ് ഉപയോഗിക്കുന്നുണ്ടോ, എന്ത് ക്വാളിറ്റി ഓഫ് അഡ്വർടൈസ്മെൻ്റ് ആണ്, എത്ര വലിയ ആളുകളെയാണ് അതിനകത്ത് അഭിനയിപ്പിക്കുന്നത്, ഇത് വിൽക്കാൻ പോകുന്ന ആളുകളുടെ കഴിവ് എത്ര മാത്രമുണ്ട്, ഇങ്ങനെയുള്ളതിനെല്ലാം ആശ്രയിച്ചായിരിക്കും സാധനത്തിൻ്റെ മാർക്കറ്റിംഗ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിംഗ് ടെക്നിക്കിനെ ആശ്രയിച്ചായിരിക്കും പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതൽ കാണുവാൻ, കൂടുതൽ പഠിക്കുവാൻ ഈ വിഷയത്തിൽ നിങ്ങൾ കഴിയട്ടെ. എല്ലാ വിജയാശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.